ഒരു ടൈം മെഷീൻ കയ്യിലുണ്ട്, എനിക്ക് ഏത് സമയത്ത് വേണം ഏത് ലെവലിലേക്ക് എനിക്ക് പാസ്റ്റിലേക്ക് പോയി എനിക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ തിരിച്ചു പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ ടൈം മെഷീൻ ഉപയോഗിച്ച് ജുവൽ എന്തായിരിക്കും ചെയ്യുക? ജുവലിന് ഏത് കോളേജിലാണ് ആഗ്രഹം? IIT ബോംബെ? ഞാൻ ഒന്ന് വെറുതെ എറിഞ്ഞു നോക്കിയതാ. ഞാനിത് വ്യത്യാസമുള്ള ആളാണ്. എനിക്ക് മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും ഇഷ്ടം. അതാരും പറയാറില്ല. ഈ ഫോണിന്റെ ഒക്കെ സർക്യൂട്ടുകൾ അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക, അല്ലെ പുതിയ സംഭവം കണ്ടുപിടിക്കുക, അതിനൊക്കെ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരു വർഷം എങ്ങനെ ഐഡിയലായി റിപ്പീറ്റ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു വർഷം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള ജുവൽ രാജ്. ഒരു അമേസിങ് പേഴ്സൻറ്റേജ്, എത്ര ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, ആ ഒരു അമേസിങ് പേഴ്സൻറ്റേജിൽ ഉറപ്പിച്ച് NIT അഡ്മിഷൻ ഓൾറെഡി ഗ്യാരണ്ടീഡ് ആണ്. ഇപ്പോൾ IITയിലേക്കുള്ള ആ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ അഡ്വാൻസ് എക്സാം May 18 വരികയാണ്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനിൽ ആ ഒരു യാത്രയിലാണ് ഇന്ന് ജുവലുള്ളത്. സോ എങ്ങനെയായിരുന്നു ഈ ഒരു കഴിഞ്ഞ വർഷം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനുള്ളത്, എങ്ങനെയാണ് നിങ്ങളൊരു വർഷം റിപ്പീറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മുൻപോട്ട് കാണണം എന്നുള്ള എല്ലാ ഡിസ്കഷൻസും ഞാനും ജുവലിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ടാവും. സോ നമുക്ക് ജുവലിനോട് തന്നെ ചോദിക്കാം. സോ ജുവൽ, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്നുള്ള, അതിനകത്തേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ JEE എന്നുള്ള എക്സാമിനെ പറ്റി അറിയാം. +2 പഠിക്കുമ്പോഴേ ഞാൻ ആലോചിച്ചു ചിലപ്പോൾ ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിരുന്നു. കാരണം ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ട് കുറേ നേരം ഒന്ന് പഠിക്കുക എന്നുള്ള സംഭവമൊന്നും നമുക്ക് +2ൻ്റെ പാരലൽ നടന്നിട്ടില്ല. അപ്പോൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള പ്ലാൻ ഒരു പരിധി വരെ +2 കഴിയുന്നതോടൊപ്പം തന്നെ ഞാൻ ഓൾറെഡി മൈൻഡിൽ ഫിക്സ് ചെയ്തു. ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, എന്നാലേ എനിക്ക് എന്തെങ്കിലും ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ തലയിലുണ്ടായിരുന്നു. ജുവലിനെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ആഗ്രഹം ആദ്യമേ ഉണ്ടായിരുന്നോ? ഇല്ല, പിന്നെ ആദ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ മാർക്ക് നോക്കിയപ്പോൾ വേണ്ട അവിടെ എത്തിയില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയത്. അപ്പോഴും തോന്നലുണ്ടായുള്ളൂ. പക്ഷെ എൻ്റെ സാറുമാരും എൻ്റെ പാരൻസും ഇതിൻ്റെ സപ്പോർട്ടായപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിപ്പോൾ നല്ല തീരുമാനമാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. നല്ല തീരുമാനം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കുറേ ഡ്രാമയൊക്കെ ഉണ്ടാവില്ലേ, വീട്ടുകാർ, നാട്ടുകാർ, അല്ല ഈ ഒരു വർഷത്തിൽ ഇങ്ങനെയുള്ള ഡ്രാമയൊക്കെ, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സൈഡുകളോ? വീട്ടിലെത്തുമ്പോൾ തന്നെ പരിചയക്കാരൻ്റെ കോളേജ് ഏതാണെന്ന് ചോദിക്കുന്നത്. റിപ്പീറ്റ് ആണോ +2 കഴിഞ്ഞില്ലേ, ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്നായിരിക്കും കോളേജ് ഏതായാലും ഒന്ന് അപ്പം തോന്നും. അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഹോസ്റ്റലിലാകുമ്പോൾ തന്നെ ഇരിക്കുമ്പോൾ നമുക്കും സ്വന്തം തോട്ട്സ് വരും, ചെയ്യണമായിരുന്നു. ഒരു ഇമോഷണൽ ഡ്രാമ സ്വന്തം മനസ്സിൽ തന്നെ കളിച്ചു തീർന്നു. പക്ഷെ ആ സമയത്ത് തന്നെ സപ്പോർട്ടിന് സാധാരണ മോട്ടിവേഷൻ ക്ലാസ്സിൽ മെന്ററിന്റെ സപ്പോർട്ട്, വാർഡന്റെ വാക്കുകൾ, അതെല്ലാം കേൾക്കുമ്പോ അതപ്പം തന്നെ ടെമ്പററി സംഭവമാണ്. പക്ഷെ അത് വന്നും വരുമ്പോ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ല ഈ ഒരു വർഷത്തെ റിപ്പീറ്റിംഗ് ജേർണി 100% വർത്താണെന്നുള്ളൊരു ഫീലിംഗ് ഇപ്പോൾ ജുവലിനുണ്ടോ? പഴയ പെർസെൻറ്റേജ് എത്ര ഓർമ്മയുണ്ടോ? പഴയത് എനിക്ക് ഒരു 96% ആണ് ഓൾമോസ്റ്റ്. പക്ഷെ നമ്മൾ അതിനകത്ത് നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ phase 2 എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ജുവലിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം 99.4. അപ്പോൾ എല്ലാ സബ്ജക്ട് വൈസ് പെർസെൻറ്റേജ് ഓർമ്മയുണ്ടോ? സബ്ജക്ട് വൈസ് എൻ്റെ മാത്സിന് 99 ഉണ്ട്, കെമിസ്ട്രിയിലും 99 ഉണ്ട്, ഫിസിക്സ് 96 ആണ്. 96. അപ്പോൾ ഓവറോൾ 99.4% ആണ് ഓവറോൾ പെർസെൻറ്റേജ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ജുവൽ ഇപ്പോൾ ഓൾറെഡി NITൻ്റെ കാര്യത്തിൽ ഓൾറെഡി തീരുമാനമായി. ഈ എന്താണെന്നുള്ള ഒരു കാര്യം IITയിലേക്കുള്ള പ്രിപ്പറേഷൻ മുമ്പോട്ട് പോകുന്നുണ്ട്. ആ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്? എനിക്കിപ്പോൾ ഇവിടെ കുറേ മോക്ക് എക്സാംസുകളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. IITയിലെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഇല്ലാത്ത പുതിയ ചാപ്റ്റേഴ്സ് മെയിൻസിന് ഇല്ലാത്തത് അതും നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് മെയിൻസിന്റെ ലെവൽ അല്ലാതെ നമ്മുടെ NCERT സിലബസിന് പുറമെ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ അഡീഷണലി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെയാണോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ സമയത്ത്? അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. മെയിൻസിന്റെ സമയത്ത് മെയിൻസിന്റെ ടോപ്പിക്സും നന്നായി ഫോക്കസ് ചെയ്ത് ഡീപ്പായി കയറിയുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഇല്ലാത്ത സാധനങ്ങൾ കൂടുതൽ ഡീപ്പായി പഠിക്കാം. അതിനുള്ളിൽ അതായത് നമ്മളെ സ്ട്രെങ്തൻ ചെയ്ത സാധനം ഓൾറെഡി ഇങ്ങനെ പീക്കിൽ ഇങ്ങനെ ട്യൂൺ ചെയ്ത് പോകുന്നുണ്ട്, പോളിഷ് ചെയ്ത് വെക്കുന്നുണ്ട്. അതല്ലാതെ ചിലപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ലാഗിങ് ആയിട്ടതോ അല്ലെങ്കിൽ വിട്ടുപോയതോ അല്ലെങ്കിൽ ഇതിന് പുറമേക്ക് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറേ മോക്ക് എക്സാമുകളൊക്കെ എഴുതി അങ്ങനെ പോകുന്നു.
ഇപ്പോൾ ജൂലൈ നമ്മൾ ഒരു വർഷത്തെ റിപ്പീറ്റിംഗ് ജേർണി എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്ത് ഒന്നും ആയിരിക്കില്ല. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നമ്മുടെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു വർഷം മുഴുവൻ എൻഡ്യൂർ ചെയ്തിട്ട് അവസാനം വരെ നമ്മൾ 2 ഫേസും കവർ ചെയ്യുന്നിടം വരെ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുകയും ഒരേ പേജിൽ നമ്മൾ മൈൻഡും നമ്മുടെ ആംബിയൻസ് ഒക്കെ കീപ്പ് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ജുവലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള, അത് പഠിക്കാൻ വേണ്ടി ഒരു വർഷത്തെ റിപ്പീറ്റർ ആയിട്ട് ജുവലിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഞാൻ തന്നെ അനുസരിച്ച് എൻ്റെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഞാൻ വേഗം തന്നെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ആവുന്ന ഒരാളാണ്. അതായത് ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് അഫക്റ്റ് ആവും. അപ്പൊ ഹോസ്റ്റലിൽ എൻ്റെ റൂംമേറ്റ്സ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം അവർക്കൊരു പ്രശ്നം തോന്നിയാൽ എനിക്കും ഡൗട്ടോ, അവരുടെ ഡിപ്രഷനിൽ പോയാൽ എനിക്കും ചിലപ്പോൾ ഡിപ്രഷനിൽ പോയിരിക്കും. അതാണ് അവരുടെ ഈ മൈൻഡ് സെറ്റ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, ഈ കഴിഞ്ഞ ഒരു വർഷത്തേക്ക് ജുവലിനെ സംബന്ധിച്ചിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ, സ്റ്റഡി ആംബിയൻസ് എന്നുള്ളത് ഓൺ എ സ്കെയിൽ ഓഫ് 10 എനിക്ക് 9 ഔട്ട് ഓഫ് 10. അപ്പോൾ ഒരു എന്തായാലും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നോർമലാണ്. കാരണം ഒരു വർഷം റിപ്പീറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഇമോഷണൽ ഡ്രാമ ഒക്കെ എന്തായാലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംബിയൻസ് വൈസ് എല്ലാം റെഡിയാണ്. പിന്നെ ഇവിടുത്തെ മെറ്റീരിയലാണ്, സ്റ്റഡി മെറ്റീരിയൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ക്വസ്റ്റ്യൻസിന്റെ വെറൈറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സാമിലത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ഫെമിലിയാരിറ്റിയും ആ സ്പീഡും. അത് മാത്രമല്ല, ചിലർ ആദ്യം എടുത്ത് NCERT അല്ലെങ്കിൽ HC വർമ്മയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് വെറുതെ ഇർഡോ ബുക്ക് എടുത്ത് ആദ്യം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ അതേസമയം സൈലത്തിന്റെ മെറ്റീരിയൽ ഈ ഒരു കഴിഞ്ഞ വർഷം ജുവലിന് ഹെൽപ്ഫുൾ ആയിരുന്നു. യെസ്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതിൽ എന്താ പറയുക, നമ്മൾക്ക് ഒരു ടോപ്പിക് ആണെങ്കിൽ തന്നെ അതിന്റെ ലെവൽ 1 ക്വസ്റ്റ്യൻ, പിന്നെ ലെവൽ 2, പിന്നെ അങ്ങനെ ഒരു ലെവൽ കൂടി. അതായത് നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കരുത്, ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് കൂട്ടി അങ്ങനെ വരണ്ടേ. ഏറ്റവും ലോ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സംഭവം നമ്മുടെ മെറ്റീരിയൽ ആ രീതിയിലായിരുന്നു ജുവലിന് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ മെറ്റീരിയലിന് പുറമെ വേറെയും ബുക്കുകളും ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഈ മെറ്റീരിയൽ കഴിഞ്ഞാൽ ഞാൻ ദിശ ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങനെ തന്നെ DC പാണ്ഡെ ഫിസിക്സ്, പല അതായത് ഈ നമ്മുടെ സബ്ജക്റ്റുകളിൽ അതാത് മെയിൻ ടോപ്പിക്കുകളെല്ലാം ചെയ്ത് നോക്കിയിട്ട്. പിന്നെ വേറെ എന്ത് കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? പിന്നെ ഇവിടുത്തെ ടീച്ചിങ് സ്റ്റാഫാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അവര് നമുക്ക് പറഞ്ഞു തരുന്ന രീതി നമുക്കും അങ്ങനെ ചിന്തിക്കാൻ ഉള്ള രീതിയാണ് അവര്. അപ്പൊ അവര് നമുക്ക് ഇത് കറക്റ്റ് പറഞ്ഞിട്ട് നമുക്കും മനസ്സിലാവും ഇവരെങ്ങനെ ചിന്തിച്ചു, അപ്പൊ നമ്മളെങ്ങനെ ചിന്തിക്കണം എന്നുള്ളൊരു. അതായത് നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒരു ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, അത് കേട്ടു, അത് അത്രമാത്രം മനസ്സിൽ വെക്കലല്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ആ ടോപ്പിക്ക് എങ്ങനെ നോക്കി കാണുന്നു, അതിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഈസിയാവും, നമ്മുടെ വേ ഓഫ് തിങ്കിങ് മാറും, കാൽക്കുലേഷൻ ഈസിയാവും. ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഇൻഫ്ലുവൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ഒരു ഇത് കാണാനാണ് എനിക്ക് കെമിസ്ട്രി ഇഷ്ടപ്പെട്ടത്. ഓക്കെ, സബ്ജക്റ്റ് വൈസ് കെമിസ്ട്രി അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം ആ ഒരു ഫാക്ടറാണ്. ജുവലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് ഞാൻ ചോദിക്കുന്നുണ്ട്, അതോടെ നിൽക്കട്ടെ. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫ്ലുവൻസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ഒരു വർഷം? എക്സാംസ് നമുക്ക് പലതരം എക്സാമുകളുണ്ട്. നമുക്ക് വീക്ക്ലി എക്സാമുകളുണ്ട്, ചാപ്റ്റർ തീരുമ്പോൾ ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ട്. പിന്നെ അങ്ങനെ പല ലെവലുകളിലുള്ള എക്സാം കഴിഞ്ഞ് അവസാനം നമുക്ക് GIBs ഉണ്ട്. അപ്പോൾ ഈ എക്സാം സീരീസുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷനിൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഭയങ്കര ക്രൂഷ്യൽ തന്നെയാണ്. നമ്മുടെ ആ സമയത്തും ലെവലിൽ നമ്മളിപ്പോൾ പഠിച്ച ചാപ്റ്ററിന്റെ അതിന്റെ ലെവലിൽ എത്ര നമ്മൾ പഠിച്ചു എന്ന് ഒരു നോക്കുന്ന എക്സാമിൽ തന്നെയാണ്. നമ്മൾ റൂമിലൊക്കെ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യും, അത് പക്ഷെ നമുക്ക് കിട്ടും, അത് പക്ഷെ നമുക്ക് കിട്ടിയതാണെന്ന് ഒരു ഉറപ്പൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് കിട്ടി, അത് ആ സമയം. പക്ഷെ എക്സാം ടൈമിൽ എങ്ങനെ കിട്ടുമോ എന്നുള്ളത് നോക്കിയൊരു ക്രൂഷ്യൽ. അപ്പൊ മോക്ക് എക്സാംസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാവും നമുക്ക് കിട്ടുന്നുണ്ടോ, എക്സാമിൽ ചെയ്യാൻ പറ്റും, സ്ട്രെസ്സിൽ ഇത് കിട്ടാൻ പറ്റും. അങ്ങനെ സ്ട്രെസ് തോന്നാറുണ്ട് എക്സാമിന് ഇടയ്ക്ക്? യെസ്, നമ്മൾ സീരിയസ് ആയിട്ട് ഒരു എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ സ്ട്രെസ് തോന്നും. പക്ഷെ അതൊരു കോമ്പറ്റേറ്റീവ് സ്ട്രെസ് ആണെങ്കിൽ അത് നല്ലതല്ലേ? കോമ്പറ്റേറ്റീവ് സ്ട്രെസ് നല്ലതാണ്, പക്ഷെ ചിലവര് അതൊന്നും ബ്രേക്ക് ചെയ്യും. അതപ്പോ കുറെ എക്സാം ഇങ്ങനെ മോക്ക് ചെയ്തതുകൊണ്ട് തന്നെ കുറെ എക്സാം എഴുതുമ്പോൾ അത് ശീലവും. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ഇഷ്ടംപോലെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സാം എഴുതിയ ഒരു വർഷമല്ലേ കഴിഞ്ഞ വർഷം, അല്ലേ? പക്ഷെ ആ എക്സാം അത്രയും എക്സാമുകൾ എഴുതിയ ആ ഒരു പാറ്റേൺ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് JEE എക്സാമിൽ ഓൺ ദ ഡേ ചെന്നപ്പോഴത്തേക്കും ഒരു സർപ്രൈസ് എലമെന്റ് ഫീൽ ചെയ്തു. അതായത് എക്സാം ഹോളിൽ ചെന്നിരുന്നു കഴിഞ്ഞിട്ട് ഈ ഒരു വർഷം ഇത്രയും എക്സാം എഴുതി, ലൈഫിൽ ഇത്രയും എക്സാം എഴുതി വേറെ വർഷമില്ലായിരുന്നു. ഇത്രയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു JEE എക്സാം ഹോളിൽ ഇരുന്നിട്ട് ഓക്കെ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു പുതിയ ഫീൽ ആണെന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പുതിയ ഫീൽ ആയിട്ടൊന്നുമില്ല, ആക്ച്വൽ JEEന്റെ പ്രഷർ അല്ലാതെ എന്നുള്ളൊരു ഫീലിംഗ് അല്ലാതെ ഇതൊരു വലിയ പുതിയ സംഭവമല്ല. നല്ല ഫെമിലിയർ ആണ്. കമ്പ്യൂട്ടറിൽ കാണുന്നതൊക്കെ സെയിം ഇതാണ്, ഇന്റർഫേസ് സിമിലർ ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ അത്രയും പേടിയൊന്നും തോന്നണില്ല, ജസ്റ്റ് റിയൽ JEE ആണ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, ആ ഒരു കോൺഷ്യസ്നെസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നോർമലായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക്
എല്ലാ കുട്ടികളെയും വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ GIB എക്സാമുകൾ നടത്തുന്നത്, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റൽ എക്സാമുകൾ അല്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജെയുടെ അതേ പാറ്റേണിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമായിട്ട് നമ്മൾ നടത്തുന്നത്. ആ എക്സാമുകളെ പറ്റി ജുവലിന് എന്താ തോന്നിയിട്ടുള്ളത്? അതൊരു നല്ല എക്സാം, നമ്മുടെ റാങ്കിങ് അത് മനസ്സിലാക്കി. ചിലപ്പോൾ നമ്മുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ചിലപ്പോൾ മുകളിലായിരിക്കാം, താഴെ ആയിരിക്കാം, പക്ഷെ അതേ ജെയിൻ്റെ ലെവലിൽ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് അതിൽ എത്ര നമ്മൾ പഠിച്ചു എന്നുള്ളൊരു ഇതാണ്. മറ്റുള്ളവരനുസരിച്ചും നമ്മൾ എത്ര മുമ്പിലാണോ ബാക്കിലാണോ എന്നൊരു മനസ്സിലാക്കലും, നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള മനസ്സിലാക്കലും അതിൽ കൂടെ. ഒന്ന് നമുക്ക് നമ്മളെ തന്നെയുള്ള ഒരു കമ്പാരിസൺ, പിന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരായിട്ടുള്ള കമ്പാരിസൺ അല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ ആപ്പിലൊക്കെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സൈലത്തിൻ്റെ ആപ്പിനകത്ത് കുറച്ച് AI ഗുരു അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? യെസ്, AI ഗുരു ഇപ്പോൾ കെമിസ്ട്രി ഒക്കെ ഒരു ഹോസ്റ്റലിൽ തന്നെ ആ സമയത്ത് തന്നെ ഡൗട്ട് തോന്നിയാൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ AI ഗുരുവിലൊക്കെ അത് അടിച്ച അതിൽ ഒരു ഉത്തരം വരുന്നുണ്ട്, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് അതിലും കിട്ടിയെന്നിരിക്കില്ല, അപ്ലൈ സാധനം ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ AI ഗുരു ഭൂരിപക്ഷം എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്നുണ്ട്. എല്ലാം തരൂല, എന്നാലും എല്ലാം കിട്ടുന്നുണ്ട്. അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഇതൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒരു JEE മെയിൻസിന്റെ ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ AI ഗുരുവിന് പറ്റും. എല്ലാ സാധനങ്ങളും കോമ്പീറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും പറ്റും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, ജുവലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? സാധാരണഗതിയിൽ ഒരാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഞാനൊരു IIT ഓറിയന്റഡ് ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് സാധാരണ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല, കാരണം ക്വാണ്ടിറ്റി വൈസ് വളരെ കൂടുതലാണ്. ഈ ആൾക്കാർ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുന്ന സമയത്ത് പറയാം, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്ത് ആദ്യം നമ്മൾ കുറേ പിന്നെ ആനോഡ് റേ, കാഥോഡ് റേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യം പഠിക്കും, പിന്നെ J.J. തോംസൺ മോഡൽ പഠിക്കും, പിന്നെ റദർഫോർഡ് മോഡൽ പഠിക്കും, പിന്നെ ബോർ മോഡൽ പഠിക്കും, പിന്നെ ക്വാണ്ടം മെക്കാനിക്സ്. ഇതൊക്കെ പണ്ടത്തെ സാധനമാണ്, പിന്നെ ഇങ്ങനെ പഠിക്കുന്നതെന്നുള്ള ഒരു ചിന്താഗതി പല ആൾക്കാർക്കും ഉണ്ട്. അത് മാത്രമല്ല, കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റ് ഓൾ ടുഗദർ നോക്കുമ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. കുറേ ഇപ്പോൾ ഇനോർഗാനിക് ഒക്കെ ആണെങ്കിൽ ഭയങ്കര തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ പഠിച്ചെടുക്കേണ്ട സബ്ജക്റ്റാണ്. എൻ്റെ ഫീലിംഗ് എന്താ പറയുക, ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു മെജോറിറ്റി എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ഫിസിക്സാണ്. എല്ലാവരും ഇയറോഡോവ് ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുന്നു, HC വർമ്മ ചെയ്ത് നോക്കുന്നു. ഫിസിക്സ് കുറച്ചുകൂടെ നമുക്ക് മൈൻഡിൽ ഇമാജിൻ ചെയ്ത് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നൊക്കെയാണ് പറയാം. ഇനി ജുവലിനെ സംബന്ധിച്ച് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്? ഞാനിത് വ്യത്യാസമുള്ള ആളാണ്, എനിക്ക് മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും ഇഷ്ടം. അതാരും പറയാറില്ല, കാരണം സാധാരണ JEE എക്സാം എഴുതുമ്പോഴേ എല്ലാവരും എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും നോർമലി, ബാക്കി കെമിസ്ട്രി ഫിസിക്സിൽ എല്ലാവരും സ്കോർ ചെയ്യും. അപ്പോൾ അതേ സമയത്ത് മാത്സിൽ ആരും സ്കോർ ചെയ്യാറില്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ എടുക്കുള്ളൂ. അതാ മാത്സിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ കാരണം? അത് മാത്സിനോട് ഇഷ്ടമല്ലാണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് അതിൽ കുറെ ടൈം കൺസ്യൂം വേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട് മാത്തമാറ്റിക്സിൽ. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ലെങ്തിയാണ്, ചില ക്വസ്റ്റ്യൻസ് കണ്ട ഒന്നും മനസ്സിലാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ബട്ട് അത് ചെയ്തുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻ ചെയ്താൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്യണ ഒരു രീതിയിൽ നമുക്കും നമ്മുടെ മൈൻഡിനെ ബിൽഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് വേണ്ടി അങ്ങനെയാണ്, കുറെ ക്വസ്റ്റ്യൻ ചെയ്തു അവസാനം പിന്നെ ഒരു ക്ലിക്കിംഗ് ആണ്, ഓരോ ക്വസ്റ്റ്യൻ ആണ് ക്ലിക്കായി പെട്ടെന്ന് ക്ലിക്കാവും. അതായത് പോകേണ്ട റൂട്ട് മാപ്പ് തലേ വന്ന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് കണക്ട് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് സ്മൂത്ത് ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിന്റെ ഒരു നേക്ക് നമുക്ക് കിട്ടുമ്പോഴാണ്. ആ നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സബ്ജക്റ്റ് നമുക്ക് സെറ്റാണ്. അപ്പോൾ മാത്സിലാണ് ശരിക്കും പറഞ്ഞാൽ ജുവലിന് ആ സാധനം ക്ലിക്കായത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മാത്സിന് 99% വന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ കെമിസ്ട്രി ഞാൻ ഒന്നും പറയുന്നില്ല, കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ഇങ്ങനെ ഒരാളാണെങ്കിൽ കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ ഇപ്പോൾ JEE മെയിൻസ് ആണ് നോക്കണമെങ്കിൽ കെമിസ്ട്രി ഞാൻ ഡിഫിക്കൽട്ട് ആണെന്ന് പറയൂല, കെമിസ്ട്രി സിമ്പിൾ തന്നെയാണ്. അഡ്വാൻസ് നോക്കുമ്പോൾ കെമിസ്ട്രി ഡിഫിക്കൽട്ട് ആയി വരും, അതിൽ ഇനോർഗാനിക് കുറേയുണ്ട്. ഇനോർഗാനിക്കോ അല്ല ഓർഗാനിക്കോ രണ്ടിനകത്തും ചിലപ്പോൾ ഫിസിക്കൽ പക്ഷെ അത്ര പ്രശ്നം വരില്ല. ഫിസിക്കൽ വരില്ല അല്ലേ? ഫിസിക്കൽ അത്രയും പ്രശ്നമുള്ള സബ്ജക്റ്റ് അല്ല. ചിലപ്പോൾ ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഇത്തിരി ഡൗട്ട് ആണെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാം, 2 വട്ടം വായിച്ചൊക്കെ മനസ്സിലാവും. ബട്ട് ഇനോർഗാനിക് ഒക്കെ എനിക്കും ഇത്തിരി കഷ്ടപ്പാടാണ്, പക്ഷെ അത്രയും ഡിഫിക്കൽട്ടി ഒന്നും മാത്സിൽ അങ്ങനെ തോന്നാറില്ല. ഇനി നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഒരു NIT അല്ലെങ്കിൽ IIT സ്വപ്നം കാണുന്ന, NIT IIT അല്ലെങ്കിൽ IIIT പോലെ ഒരു കോളേജ് സ്വപ്നം കാണുന്ന ഒരാളായിരിക്കാം ഞാൻ. അങ്ങനെ ഒരാളായി നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എൻ്റെ 1-2 ചോദ്യങ്ങൾ, അതായത് നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ ജുവലിനോട് ചോദിക്കാൻ പോകും. ഒന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, ജുവൽ ഞാൻ +2 വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, +1 വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല, +2 ഒക്കെ പിന്നെയും കമ്പാരിറ്റീവ്ലി ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ധാരണയില്ല എങ്ങനെയാണ് JEE എക്സാം. ഇത്തവണ JEE എക്സാം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഒരു ധാരണയില്ല JEE എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, എന്നെ കൊണ്ട് പറ്റുന്നതാണോ എന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യാൻ
ഞാനൊരു ഡിസിഷൻ എടുത്താൽ അതിനോടുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾക്കിപ്പോൾ ഈ എന്താ പറയുക റിപ്പീറ്റ് ചെയ്യേണ്ടത് തന്നെ കൺസിസ്റ്റൻസി ആയിട്ടും ഉം. നിങ്ങൾക്ക് ഒരു വർഷം ഫുൾ മാറ്റി വെച്ച് ഉം. പഠിക്കാൻ വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ആ വിൽ പവർ ഉം. അതുണ്ടെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി. ഉം. ഒരു നല്ല കോളേജിൽ കയറും അതുപോലെ ആ കോളേജിൽ കയറിയാൽ നിങ്ങളുടെ കരിയർ ലൈഫിൽ ഹൈ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും എന്നുള്ള ഇതിനു വേണ്ടി റിപ്പീറ്റ് ചെയ്യൽ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ +1 +2 കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എക്സാം എഴുതിയത് ജസ്റ്റ് എല്ലാവരും എഴുതുന്നു, ഞാൻ ആ കൂട്ടത്തിൽ പോയി എഴുതിയെന്നേ ഉള്ളൂ. കാരണം ഞാൻ ആകെ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പം കെമിസ്ട്രി ആയതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ശരിയായി കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് 60, 70, 75% ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് കെമിസ്ട്രി പോലെ തന്നെ കെമിസ്ട്രി കുറച്ചെങ്കിലും അറിയാമെന്ന് പറഞ്ഞു, പക്ഷെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും എനിക്ക് ഒരുമിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ജുവലിനെ സംബന്ധിച്ച് മാത്സ് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റാണ്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ 3 സബ്ജക്റ്റുകളും ബിൽഡ് ചെയ്ത് ഒരു 99% എത്തുക എന്നുള്ളത് എന്നെ കൊണ്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്നും ഈ +2 ഒരു തട്ടിമുട്ടി പഠിച്ചിട്ട് 60, 70 വാങ്ങാൻ പറ്റും എന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷം ഫുൾ ഈ ഓരോ സബ്ജക്റ്റിലും ഡെഡിക്കേറ്റഡ് ആയി പഠിച്ച് അങ്ങനെ തന്നെ ഫുൾ വർഷം മാറ്റി വേറെ ഒന്നുമില്ല പഠിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നെ നല്ല സാധുമാര് പഠിപ്പിക്കാനുണ്ടെങ്കിൽ, മെറ്റീരിയൽസ് നല്ലതുണ്ടെങ്കിൽ, ഈ എക്സാംസ് കുറെ എഴുതിയാൽ ഇത് 90, 95, 99 വരെ എത്താൻ പറ്റുന്ന തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് ജുവൽ 99.4% എത്തിയ സമയത്ത് ഇനി ഞാൻ നിങ്ങളായിട്ടല്ലോ ചോദിക്കുന്നത്, വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ 99.4% എത്തി ഈ സമയത്ത് ജുവൽ ഒരു ടൈം മെഷീൻ കൈ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ശരിക്കും നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ഹൈ പോയിന്റിൽ നമ്മൾ നിൽക്കുക. ഒരു ടൈം മെഷീൻ കയ്യിലുണ്ട്, എനിക്ക് ഏത് സമയത്ത് വേണം ഏത് ലെവലിലേക്കോ എനിക്ക് പാസ്റ്റിലേക്ക് പോയി എനിക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അതെനിക്ക് ഇവിടെ നിന്ന് വിട്ട് ഒരു 5 വർഷം മുമ്പോട്ടോ 2 വർഷം മുമ്പോട്ടോ 6 മാസം മുമ്പോട്ടോ 2 ദിവസം മുന്നോട്ട് വരെ പോവാം, എങ്ങനെ വേണമെങ്കിലും ഏത് കാലത്തേക്ക് വേണമെങ്കിൽ തിരിച്ചു പോവാം. അങ്ങനെ തിരിച്ചു പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ ടൈം മെഷീൻ ഉപയോഗിച്ച് ജുവൽ എന്തായിരിക്കും ചെയ്യുക? ഞാൻ എൻ്റെ +1 കാലത്തേക്കാണ് പോവുക. എന്നുവെച്ചാൽ +1 എൻ്റെ പഠിപ്പത്രയും കൺസിസ്റ്റൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. സാറ് പഠിപ്പിക്കുന്നു, ഞാൻ 5-6 ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതിനും കൂടുതലൊന്നും ചെയ്യാനില്ല. ഇപ്പൊ ക്ലാസ്സിലുള്ള ഇത് മാത്രമാണ് എനിക്ക് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഹോസ്റ്റലിലായിരുന്നില്ല, വീട്ടിലായിരുന്നു. വീട്ടിൽ അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പ് ഒന്നുമില്ല, കോമ്പറ്റീഷൻ ഒന്നും, കോമ്പറ്റീറ്റീവ് ആംബിയൻസ് അതൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഇനി +1 പോയിട്ടൊരു ഹോസ്റ്റലിൽ കയറി ഒന്ന് കോമ്പറ്റീറ്റീവായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിനും കൂടുതൽ കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പോയാലും എനിക്കിപ്പോ എന്താ ഈ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഇമോഷണൽ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലവര് തന്നെ ചിലപ്പോ എന്റെ ഡിപ്രഷനിൽ പോയിണ്ടാവും. അത് അവരൊന്ന് അവോയ്ഡ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അവരൊന്ന് മാറി നിന്ന് ഫുൾ എന്താ പറയാ പഠിപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജുവലിന്റെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദർ ഇസ് ഓൾവേസ് എ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇനി ഈ നിലവിലുള്ള ലെവലിൽ നിന്നല്ല, ഇനി എത്ര വേണമെങ്കിലും ഇനിയും മുകളിലേക്ക് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളെപ്പോഴും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് എക്സാം എഴുതിയിട്ട് ജുവലിന് ഏത് കോളേജിലാണ് ആഗ്രഹം? IIT ബോംബെ? ഞാനൊന്ന് വെറുതെ എറിഞ്ഞു നോക്കിയതാ. അപ്പൊ ഏതാ ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് അങ്ങനെയുണ്ടോ? ട്രിപ്പിൾ ഇ. എന്തെങ്കിലും ഇന്നൊരു പ്രൊഫഷനിലേക്ക് ഇപ്പം ട്രിപ്പിളിയുടെ കുറേ സാധ്യതകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് റോബോട്ടിക്സ് ഉണ്ട്, മെഷീൻ ലേണിങ്ങിൻ്റെ കുറേ ഓപ്ഷൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ടിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്ക് ജുവൽ ഒരു ഡ്രീം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാനിപ്പോ ഈ സർക്യൂട്ട്സ് ഉണ്ടാക്കണ ഒരു ഇതുണ്ട്, അതിന്റെ ഇതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഈ ഫോണിന്റെ ഒക്കെ സർക്യൂട്ടുകൾ, അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ ഒരു ഇംപ്രൂവ്മെന്റ് ചെയ്യാ, അല്ലെ പുതിയ സംഭവം കണ്ടുപിടിക്കുക, അതിനൊക്കെ പുതിയൊരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. എന്തായാലും ആ ആഗ്രഹങ്ങളെല്ലാം നടത്താൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇ അല്ലെങ്കിൽ EC തന്നെയാണ്. ഇതിനകത്ത് ഏതാണെങ്കിലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അതിൻ്റെയൊക്കെ സബ്ബായിട്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ മെഷീൻ ലേണിങ്ങും AI-യുടെ കുറേ ആപ്ലിക്കേഷനൊക്കെ വരുന്ന ബ്രാഞ്ചുകൾ തന്നെയാണ്. എന്തായാലും ഇനി ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കുന്നതിലേക്ക് ഓൾറെഡി കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.